നമസ്കാരം. ജലനിറാപ്പിന്റെ SSC RRB ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് RRB റീസണിങ്ങിന്റെ കുറച്ച് POQ, അതായത് കഴിഞ്ഞ വർഷം 2022-23 ഒക്കെ ചോദിച്ച RRB ഗ്രൂപ്പ് ഡിയുടെ റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പൊ നമുക്കൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പം എന്താണ് നെഗറ്റീവ് മൈനസ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഇൻഡു ആയിട്ട് ഇന്റർചേഞ്ച് ചെയ്യുക. ഇൻഡു വരുന്നിടത്ത് മൈനസ് ആക്കുക, ഡിവിഷൻ വരുന്നിടത്ത് പ്ലസ് ആക്കുക, പ്ലസ് വരുന്നിടത്ത് ഡിവിഷൻ ആക്കുക. അപ്പം ഈ ചിഹ്നങ്ങൾ ഒന്ന് മാറ്റി കൊടുത്താൽ മതിയാവും. അപ്പൊ നമുക്ക് നോക്കാം, ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് സോൾവ് ചെയ്താൽ മതി, ആൻസർ കിട്ടും. 16 ഡിവിഷൻ ആണ്. ഡിവിഷൻ എന്താക്കുക, പ്ലസ് ആക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. 16 മൾട്ടിപ്ലിക്കേഷൻ മൈനസ് ആക്കുക, ഡിവിഷൻ എന്ത് ചെയ്യുക, പ്ലസ് ചെയ്യുക. 9 മൈനസ് വരുമ്പോ ഇൻറ്റു ചെയ്യുക, വീണ്ടും പ്ലസ് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യുക, ഡിവിഷൻ ചെയ്യുക. 2 ഇൻറ്റു വരുമ്പോ മൈനസ് ചെയ്യുക. ജസ്റ്റ് ബോർഡ് മാസ് നമുക്കറിയാം, ബോർഡ് മാസ് ആദ്യം എന്ത് ചെയ്യുക, ഡിവിഷൻ ചെയ്യുക, പിന്നെ ഇത് ഇൻറ്റു ചെയ്യുക, പിന്നെ ഇത് സോൾവ് ചെയ്യുക. അപ്പം 4 36 16 ആൻസർ നമുക്ക് 43 എന്ന് കിട്ടും. ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്യാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ആൻസർ ഇന്റർചേഞ്ച് കൃത്യമായി ചെയ്യുക. എന്നിട്ട് ബോർഡ് മാസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേനും നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഇത് 43 ആണ് ആൻസർ, 47 ആണ് ആൻസർ. അടുത്തത് ഒരു കോഡിംഗ് ഡീകോഡിംഗ് ആണ് കേട്ടോ. എന്താണ്, ഇൻ എ സെർട്ടൻ കോഡ് ലാംഗ്വേജ് പ്രീഷ്യസ് ഈസ് റിട്ടൺ ഇങ്ങനെ. അതായത് ഞാൻ ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാം. പ്രീഷ്യസ് എന്ന് നമുക്കൊരു വാക്കുണ്ട്. പ്രീഷ്യസ് എങ്ങനെയാണ്, KIVXRLFH എങ്ങനെയാണ് എഴുതുന്നത്. അതുപോലെ ക്ലിയർ നോക്കുക. ക്ലിയർ എങ്ങനെയാണ് എഴുതുന്നത്, XOVZI. ഓക്കെ, അങ്ങനെ എഴുതും. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ഡർട്ടിങ് എന്നൊരു വാക്ക് എങ്ങനെയാണ് സെയിം ലാംഗ്വേജിൽ ഡീകോഡ് ചെയ്ത് എഴുതുന്നതെന്നാണ്. അപ്പൊ DIRTYING. അപ്പൊ ഇതിൽ ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ABCD ഒന്ന് എഴുതുകയാണ് കേട്ടോ. ABCDEFGHIKLMNOPQRSTUVWXYZ. ഇത് കൃത്യമായിട്ട് ഇങ്ങനെ എഴുതണം കേട്ടോ. അപ്പം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താണ്, ക്ലിയർ നോക്കാം. ചെറിയ വാക്ക് ആദ്യമേ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ചെറിയ വാക്ക് നോക്കാം. ക്ലിയർ എടുക്കുക. ക്ലിയർ എന്താണ്, ക്ലിയർ C ആണ്. C ആയിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇത് കോഡ് ചെയ്തത് നമ്മൾ കണ്ടുപിടിക്കുക. നമുക്ക് ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ എങ്ങനെയെങ്കിലും കിട്ടുമോ നോക്കാം. അപ്പൊ എയും ഇസഡും ഉണ്ട് അല്ലെ. അപ്പം A തുടക്കം, Z അവസാനമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം. അപ്പം ഇവിടെ A തുടക്കമാണ്, Z അവസാനം. അപ്പൊ എങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത് C നോക്കാം. ഓക്കെ, സിയുടെ ഓപ്പോസിറ്റ് ആണ് വന്നിരിക്കുന്നത്. സിയുടെ ഓപ്പോസിറ്റ് X ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അത് L കറക്റ്റ് ആണോ നോക്കാം. ഓക്കെ, Lന്റെ ഓപ്പോസിറ്റ് ആണ് O വന്നിരിക്കുന്നത്. ഓക്കെ, ഇയുടെ ഓപ്പോസിറ്റ് ആണ് V വന്നിരിക്കുന്നത്. എയുടെ ഓപ്പോസിറ്റ് Z, ആറിന്റെ ഓപ്പോസിറ്റ് I. ഓക്കെ, അപ്പൊ എന്താണ്, ഇങ്ങനെ എഴുതുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡുകളാണ് വന്നിരിക്കുന്നത്. അപ്പൊ എഴുതുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കുക. M കഴിഞ്ഞിട്ട് N, 13 അങ്ങനെ വെച്ച് തന്നെ എഴുതുക. അപ്പൊ എന്താ ചെയ്യുക, ഓപ്പോസിറ്റ്. അപ്പൊ നമുക്ക് അടുത്ത് ഡർട്ടിങ് നോക്കാം. ഡിയുടെ ഓപ്പോസിറ്റ് എന്താണ്, W. ഐയുടെ ഓപ്പോസിറ്റ് R. അടുത്ത ആറിന്റെ ഓപ്പോസിറ്റ് എന്ത് തന്നെയായിരിക്കും, I. ടിയുടെ ഓപ്പോസിറ്റ് G ആണ്. അതുപോലെ ഒ ഓപ്പോസിറ്റ് B. ഐയുടെ ഓപ്പോസിറ്റ് R, എന്നിന്റെ ഓപ്പോസിറ്റ് വരുന്നത് M, ജിയുടെ ഓപ്പോസിറ്റ് വരുന്നത് T. അപ്പൊ ഇതുണ്ടോ നോക്കിയേ നമുക്ക്. WRIGBRMT. ഓക്കെ, ഉണ്ട്. മൂന്നാമത്തതാണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്. ഓക്കെ ആണ്. അപ്പം ഇങ്ങനെ എഴുതി നോക്കുക. ABCD എഴുതി നോക്കുമ്പോൾ നമുക്ക് കിട്ടും. ഇതാണ്, ഇങ്ങനെയാണ്. ഓരോ കോഡ് ലൈൻ ആണ് നമ്മൾ ജസ്റ്റ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അടുത്ത ദിവസം നോക്കാം. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, TGEF ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഒക്കെ വെച്ചിട്ടാണ്. അപ്പൊ അതിന്റെ കൺക്ലൂഷനും കൂടി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏതാണ് കൺക്ലൂഷൻ എന്ന് നോക്കി കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് വാല്യൂ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഇത് ഇങ്ങനെ, ഇത് അതും കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈക്വൽ ടു. ഓക്കെ, അറിയാലോ. അതിന് അങ്ങനെയാണ് അതിന്റെ ബേസിക് ആയിട്ട് വരുന്നത്. നമുക്ക് കൺക്ലൂഷൻ F ഈക്വൽ ടു Z ഉണ്ട്, E ഈക്വൽ ടു B ഉണ്ട്. നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏതാണ് എഴുതേണ്ടത് വെച്ചാൽ ബോത്ത് കൺക്ലൂഷൻ 1 and 2 ട്രൂ എന്നുണ്ട്, ഒരെണ്ണം മാത്രം ട്രൂ, രണ്ടും ശരിയല്ല, അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ്. അപ്പൊ ഇതിലെ ഓപ്ഷൻസ് ഏതാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക്. അപ്പം എന്താണ്,
എഫ് ഈക്വൽ ടു ഇസഡ് അത് നോക്കാം. എഫ് ഇസഡ് എന്താ നടക്കുന്നു? എഫ് ഈക്വൽ ടു ഇസഡ് ആണോ? അല്ല, അതിന് മുന്നേ എന്തുണ്ട്? ഒരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു വലുതുണ്ട് അല്ലെ, അപ്പൊ അത് വരത്തില്ല. പിന്നെ എന്താണ്? ഇയും ബിയും നോക്കാം കേട്ടോ. ഇയും ബിയും നോക്കുമ്പോൾ ഇവിടെ ഒരു ഈക്വലും ഉണ്ട്, ഇവിടെ എന്താണ്? ഒരു ഗ്രേറ്റർ ദാനും ഉണ്ട്. അപ്പം ഇത് രണ്ടിലും ഞാൻ പറഞ്ഞു ഇതിലുള്ളതിൽ ഏറ്റവും വലുത് ഏതാണ്? ഇങ്ങനെ ഇതാണോ നോക്കി വയ്ക്കുക. അപ്പൊ ഇതാണ്. അപ്പൊ ഇത് കറക്റ്റ് ആണ്. ഈ ഈക്വൽ ടു ബി എന്താണ്? കറക്റ്റ് ആണ്. എഫ് ഈക്വൽ ടു ഇസഡ് എന്തല്ല? കറക്റ്റ് അല്ല. ഇതിന്റെ ബേസിക് ക്ലാസ് അറിഞ്ഞുകൂടാത്തവരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അതിനവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരുവാണ്. നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോ, അതായത് ഗ്രേറ്റർ ദാൻ വരുന്നുണ്ട്, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, പിന്നെ ഒരു ഈക്വൽ ടു, ഇത്രയാണ് നമ്മുടെ എന്താണ് ഓപ്പറേഷൻസിലെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ വരുന്നത്. അപ്പൊ ഇതാണ് ഇതിൽ ഏറ്റവും കൂടുതലും അറിഞ്ഞോളാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്. ബേസിക് ക്ലാസ് കിട്ടിയവർക്കാണെങ്കിൽ അത് അറിയായിരിക്കും. അപ്പൊ അത് മെയിൻ ആയിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇത് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഒരു വാല്യൂ പോകുന്നത്. നമുക്ക് ചോദിച്ചിട്ടുള്ളത് രണ്ട് കൺക്ലൂഷൻ ആണ്, എഫ് ഈക്വൽ ടു ഇസഡ് എന്നൊരു കൺക്ലൂഷൻ. അപ്പൊ ഇതിൽ വരത്തില്ല, എഫ് ഈക്വൽ ടു ഇസഡ് അല്ല, കാരണം എഫ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ആണ് വരുന്നത്. എഫ് ഈക്വൽ ടു ഇസഡ് വരത്തില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ അത് വരത്തില്ല എന്ന്. ഇനി അടുത്ത് നോക്കി, ഈ ഗ്രേറ്റർ ദാൻ ബി ആണ്. അപ്പൊ ഈ ഗ്രേറ്റർ ദാൻ ബി ഇടയ്ക്കുണ്ട്, ഈക്വൽ ടു നമുക്ക് ഇടയ്ക്കുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? ഗ്രേറ്റർ ദാൻ ഓർ ബി ഈക്വൽ ടു ആണ്. സോ അത് ഫോളോ ചെയ്യും. മനസ്സിലായോ? അപ്പം ഒന്ന് മാത്രം അല്ല, സോറി, രണ്ട് മാത്രം ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓൺലി കൺക്ലൂഷൻ 2 ഈസ് ട്രൂ ആണ്. ഓക്കെ ആണല്ലോ. അടുത്തത് നമുക്കൊരു നമ്പർ സീരീസ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ. നമ്പർ സീരീസ് 0, 2, 6, 12, 0, 2, 6, 12, 20 ഇങ്ങനെ ഒരു നമ്പർ സീരീസ് ആണ്. നെക്സ്റ്റ് നമ്പർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഡിഫറൻസ് എടുത്ത് നോക്കാം. ചെറിയ ചെറിയ അടുത്തുള്ള നമ്പർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറൻസ് എടുത്ത് നോക്കാം. 0, 2 നോക്കാം. ഇതാണ് ഡിഫറൻസ് 2 ആണ്. ഇതെന്താണ്? 4 വരുന്നുണ്ട്. ഇത് 6 വരുന്നുണ്ട്. ഇത് 8 വരുന്നുണ്ട്. ഇനി വരുന്നത് ഏതായിരിക്കും? 10 ആയിരിക്കും. അപ്പൊ 20 പ്ലസ് 10 എത്രയാണ്? 30 ആണ് ആൻസർ. നമുക്ക് 30 ഓപ്ഷനിലുണ്ട്. ഒന്നാമത്തത് അതാണ് ആൻസർ. ഓക്കെ, അടുത്ത് നോക്കിയാൽ ദ പൊസിഷൻ ഹൗ മെനി ലെറ്റേഴ്സ് വിൽ റിമെയിൻ അൺചേഞ്ച്ഡ് if each of the letters in the word lament is arranged in alphabetical order. lament എന്ന് പറയുന്ന ഈ വേർഡ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമ്മൾ എഴുതുമ്പോ ഏതൊക്കെ ലെറ്റേഴ്സ് അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ഈ വാക്കിലുള്ള ലെറ്റേഴ്സിനെല്ലാം നമ്മൾ എങ്ങനെ എഴുതണം? ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതണം. അങ്ങനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുമ്പോൾ ഏതൊക്കെ അക്ഷരങ്ങളാണ് ഇന്റർചേഞ്ച് ചെയ്യാതെ, അതായത് ആ സ്ഥാനം മാറാതെ നിൽക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എഴുതി നോക്കാം. എ വരും, ആദ്യം എ വരത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇ വരും. അത് കഴിഞ്ഞിട്ട് എൽ, എം, എൻ, ടി. അപ്പൊ ഇതിൽ ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് മാറാതെ നിൽക്കുന്നത്, അതായത് അതിന്റെ സ്ഥാനം മാറാതെ നിൽക്കുന്നത് വെച്ചാൽ എന്നും ടിയും അല്ലെ. ഇത് മാത്രം അതിന്റെ സ്ഥാനം മാറിയിട്ടില്ല, ബാക്കി എല്ലാത്തിന്റെ സ്ഥാനം മാറിയിട്ടുണ്ട്. അപ്പൊ 2 എണ്ണം. അപ്പൊ 1 ആണ് ആൻസർ. 2 എണ്ണം എന്ത് ചെയ്യുന്നു? അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. Select the option that is related to 5th number is same way as the second number is related to first number. Okay, അതായത് ഈ 11ഉം 130ഉം തമ്മിൽ റിലേഷൻ ഉണ്ട്. അതുപോലെ ഈ 7ഉം 58ഉം തമ്മിൽ റിലേഷൻ ഉണ്ട്. അതുപോലെ 15ഉം ഏതോ ഒരു സംഖ്യയായിട്ട് റിലേഷൻ ഉണ്ട്. അത് കണ്ടുപിടിക്കണം. ഇത് തമ്മിലുള്ള റിലേഷൻ തന്നെയാണ് ഇത് തമ്മിലുള്ള റിലേഷൻ. ഇനി അത് തന്നെയായിരിക്കും ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള റിലേഷൻ. അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് 11ഉം 30ഉം തമ്മിലുള്ള റിലേഷൻ ആണ്. സോറി, 11ഉം 130ഉം തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. അതുപോലെ അടുത്ത ഏതാണ്? 7ഉം 58ഉം തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ 15 തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാം. ജസ്റ്റ് എങ്ങനെയെങ്കിലും അപ്പൊ നമ്മൾ നമ്പർ അടുത്തടുത്ത സംഖ്യകളാണെങ്കിൽ നമുക്ക് കൂട്ടി കുറച്ച് ചെയ്യാം. കുറച്ച് വലിയ സംഖ്യകളാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ 11ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 11ന്റെ സ്ക്വയർ ആണെങ്കിൽ 121. 121 പ്ലസ് 9 ആണ് എന്ത് വരുന്നത്? 130 വരുന്നത്. ഓക്കെ, 11ന്റെ സ്ക്വയർ 121 ആണ്. 121 പ്ലസ് 9 വരുമ്പോ 130 വരും. ഇതിൽ ആപ്ലിക്കബിൾ ആണോ നോക്കാം. 7ന്റെ സ്ക്വയർ എത്രയാണ്? 49 ആണ്. അപ്പൊ 49 പ്ലസ് 9 ചെയ്യുമ്പോ ഓക്കെ വരുന്നുണ്ട് 5. അപ്പൊ അതുപോലെ അതായത് 11ന്റെ സ്ക്വയർ പ്ലസ് 9 ആണ് 130. 7ന്റെ സ്ക്വയർ പ്ലസ് 9 ആണ് 58. അപ്പൊ 15ന്റെ സ്ക്വയർ പ്ലസ് 9 ചെയ്യുമ്പോ എത്ര കിട്ടും? 234 കിട്ടും. 225 ആണ് 15ന്റെ സ്ക്വയർ പ്ലസ് 9 ചെയ്യുമ്പോൾ 234 കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ 234 ആണ്.
ഒന്നാമത്തെ ഓപ്ഷൻ 234 നമ്മുടെ ആൻസർ വരുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് വരച്ചു നോക്കാം. നോർത്തും സൗത്തും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈസ്റ്റ് വെസ്റ്റ് ഓക്കെ ആണ്. ജാൻവി സ്റ്റാർട്ട്സ് വാക്കിംഗ് ഫ്രം ഹെർ ഹോം ആൻഡ് ഡസ് 45 മീറ്റർ ടുവാർഡ്സ് വെസ്റ്റ് ആണ്. വീട്ടിൽ നിന്ന് 45 മീറ്റർ വെസ്റ്റിലേക്ക് പോയി. അവിടുന്ന് റൈറ്റ് എടുത്ത് 32 മീറ്റർ പോയി. 32 മീറ്റർ പോയി. Then she turned right and walks 88 meter. 88 മീറ്റർ പോയി. ഓക്കെ, 88 മീറ്റർ പോയി. അത് കഴിഞ്ഞിട്ട് റൈറ്റ് എടുത്തിട്ട് 50 മീറ്റർ വന്നു. 50 മീറ്റർ വന്നു. ഫൈനലി ഷീ ടേൺസ് റൈറ്റ് അഗെയിൻ വാക്സ് 43 മീറ്റർ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ വരച്ചതിന്റെ കുഴപ്പമാണ്. അപ്പൊ അത്രയും സ്ഥലം കിട്ടിയില്ല. വീണ്ടും ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, റൈറ്റ് എടുത്ത് 43 മീറ്റർ വന്നു എന്നാണ് പറയുന്നത്. ഇത്രയും വരയ്ക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. വലുതായിട്ട് വരയ്ക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വരും. 43 മീറ്റർ തിരിച്ച് റൈറ്റ് നടന്നു. ഹൗ ഫാർ ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് നൗ ഫ്രം ഹോം. അപ്പം പുള്ളിക്കാരിയുടെ വീട് ഇവിടെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അവിടെ നിന്ന് എത്ര ദൂരെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ 32 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? 32 ആയിരിക്കും. അപ്പൊ 50 നിന്ന് 32 പോയാൽ നമുക്കറിയാം ബാക്കി എത്രയുണ്ട്? 18 മീറ്റർ ഉണ്ട്. ഇവിടെ ഒരു 18 മീറ്റർ വരും. അപ്പം ഇത്രയും താഴേക്ക് വരുമ്പോ എത്രയാണ്? ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്, 18 മീറ്റർ. 18 മീറ്റർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡയറക്ഷനും ചോദിച്ചിട്ടുണ്ട്. വീട് ഇവിടെയാണെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് ഏത് ഡയറക്ഷനിലേക്കാണ് ഇപ്പൊ നിൽക്കുന്നത്? ഇവിടെയാണ് എത്തി നിൽക്കുന്നത്. ഓക്കെ, 18 മീറ്റർ സൗത്തിലേക്കാണ് നിൽക്കുന്നത്. അപ്പം ഒന്നാമത്തെ ഓപ്ഷൻ ഇവിടെ പറഞ്ഞുതരാം. നമ്മൾ നേരെ നടന്നു 32 പോയി, പിന്നെ 88 പോയി. ഇത് വരച്ചതിന്റെ പ്രശ്നമാണ്. ഇങ്ങനെ ഈ 43 മീറ്റർ കുറവായത്. സാധാരണ വരയ്ക്കുമ്പോൾ ഈ 43 മീറ്റർ ഇത്രയും വരും. അപ്പൊ ഈ 45ഉം 43ഉം കൂടെ ചേരുമ്പോ എത്രയായിട്ടുണ്ട്? 88 ആയിട്ടുണ്ട്. 88 പോയി, പിന്നെ വീണ്ടും അവിടെ നിന്ന് 50 വന്നു. അവിടുന്ന് എത്ര? ലെഫ്റ്റ് 43 എടുത്ത് ഇവിടെ സ്റ്റോപ്പ് ആയി. അപ്പം എന്താണ്? ഇവിടെ 43, ഇവിടെ 45, ഇവിടെ മൊത്തം എത്ര? രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 88. മേളിൽ അത് തന്നെയാണ്. അപ്പം വീട്ടിൽ നിന്ന് ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തേക്കുള്ള ദൂരമാണ് ചോദിച്ചത്. ദൂരവും ഡയറക്ഷനുമാണ് ചോദിച്ചത്. 18 മീറ്റർ സൗത്ത് ആണ് ആൻസർ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ഡയറക്ഷൻ വരച്ച് നോക്കുക ഡൗട്ട് ഉള്ളത്. വീണ്ടും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്? ഒരു ഡയറക്ഷന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അനിത സ്റ്റാൻഡിങ് ഫേസിങ് നോർത്ത് ഡയറക്ഷൻ. നോർത്ത് ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്താണ് നിൽക്കുന്നത്. ദെൻ ഷീ ടേൺസ് 135 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ്. അപ്പം ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ് ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ തിരിച്ചാണ്. ഓക്കെ, 135 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് പോയി. ഇവിടെയാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ നിൽക്കുന്ന ഒരാള് 135 ഡിഗ്രി എന്ത് ചെയ്തു? ആന്റി ക്ലോക്ക് വൈസ് പോയി. 390 ഡിഗ്രിയാണ്, ഇത്രയും 180 ഡിഗ്രിയാണ്. ഓക്കെ, 135 ഡിഗ്രി എന്ത് ചെയ്തു? ആന്റി ക്ലോക്ക് വൈസ് പോയി. ആന്റി ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസിന് ഓപ്പോസിറ്റ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് പോയി. ദെൻ ഷീ ടേൺസ് എന്ത് ചെയ്തു? ക്ലോക്ക് വൈസ്. ഇവിടം വരെ എത്തിയതിനു ശേഷം എന്ത് ചെയ്തു? തിരിച്ചെന്ത് ചെയ്തു? 90 ഡിഗ്രി പോയി. 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ വരും. 90 ഡിഗ്രി ക്ലോക്ക് വൈസ്. ഇപ്പൊ എന്താണ്? ഏത് ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യം എന്ത് ചെയ്തു? 135 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് വന്നു. വീണ്ടും 90 ഡിഗ്രി തിരിച്ചു പോയപ്പോ ഇപ്പൊ ഏത് ഡയറക്ഷനിലേക്കാണ്? ഇത് നോർത്ത് ആണ്, ഇതെന്താണ്? വെസ്റ്റ് ആണ്. അപ്പൊ നോർത്ത് വെസ്റ്റിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഡയറക്ട് ചെയ്ത് നിൽക്കുന്നത്. അത് മൂന്നാമത്തെ ഓപ്ഷൻ നോർത്ത് വെസ്റ്റ് ഉണ്ട്. അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ 135 നിന്ന് 90 ഡിഗ്രി കുറച്ചിട്ട്, അപ്പൊ എന്താണ് 135 നിന്ന് 90 ഡിഗ്രി നമ്മളൊന്ന് കുറയ്ക്കുക. അപ്പൊ നമുക്ക് 45 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടുന്ന് ഇപ്പൊ നമ്മൾ നേരെ പറഞ്ഞല്ലോ, നോർത്തിലേക്ക് നോക്കിയിട്ടാണ് ആ കുട്ടി നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം 135 ആണ് വലുത്. വലുതിൽ നിന്ന് എന്ത് ചെയ്തു? 90 ഡിഗ്രി നമ്മൾ കുറച്ചപ്പോ നമുക്ക് 45 ഡിഗ്രി കിട്ടി. അപ്പൊ 135 നിന്ന് നമ്മൾ 90 കുറച്ചു. അപ്പൊ അത് 45 ഡിഗ്രി കിട്ടി. ആ 45 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്യാം? ആന്റി ക്ലോക്ക് വൈസിൽ വരയ്ക്കുക. ഇത് 90 ആണെന്ന് നമുക്കറിയാം. 45 ഇതിന്റെ പകുതിയാണെന്നറിയാം. ആന്റി ക്ലോക്ക് വൈസ് വരയ്ക്കുമ്പോൾ നമുക്ക് ആ ഡയറക്ഷൻ കിട്ടും. എന്തുകൊണ്ടാണ് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് എന്ന് വെച്ചാൽ വലിയത് നമ്മൾ എന്താണ് 135ന്റെ എന്തായിരുന്നു? ആന്റി ക്ലോക്ക് വൈസ് ആയിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് തിരിഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പൊ ഒരാള് എന്ത് ചെയ്തു? നോർത്തിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞു. നോർത്തിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അവിടെ നിന്ന് എന്ത് ചെയ്തു? 135 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് തിരിഞ്ഞു. ഇത് 90 ഡിഗ്രിയാണ്. 135 ഇതിന്റെ പകുതി വരും. അപ്പൊ 135 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് തിരിഞ്ഞു. വീണ്ടും അവിടെ നിന്ന് ക്ലോക്ക് വൈസ് എന്ത് ചെയ്തു? 90 ഡിഗ്രി ക്ലോക്ക് വൈസ് വീണ്ടും തിരിഞ്ഞു. അപ്പൊ ഇവിടെ എത്തി.
അപ്പൊ ഇങ്ങോട്ട് നോക്കിയാണ് നിൽക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ആൻസർ നോർത്ത് വെസ്റ്റ് എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ 135 തന്നിട്ടുണ്ട്. 135 മൈനസ് 90 ചെയ്യുമ്പോൾ 45 കിട്ടും. അപ്പൊ 45 കിട്ടുമ്പോൾ 45 എന്ത് ചെയ്യണം? നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് വരയ്ക്കണം. കാരണം എന്തുകൊണ്ടാണ് ആന്റി ക്ലോക്ക് വൈസ്? ഇവിടെ 135 വലുതാണ്. അപ്പൊ വലുതിൻ്റെത് ഏതാണോ? ആന്റി ക്ലോക്ക് വൈസ് ആണ് വലുതിൻ്റെത് പറഞ്ഞിട്ടുണ്ട്. 135ന്റെ ആന്റി ക്ലോക്ക്. സോ അതുകൊണ്ട് നമ്മൾ ഈ കിട്ടിയ 45 എടുത്ത് ആന്റി ക്ലോക്ക് വൈസ് വരയ്ക്കാം. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? നോർത്ത് വെസ്റ്റ് എന്ന് കിട്ടും. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ വരച്ചു ചെയ്യുന്നവർക്ക് വരച്ചു ചെയ്യാം. ഓക്കെ, എങ്ങനെ വേണം ചെയ്യാം. അപ്പൊ ഈ ഡയറക്ഷനും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഈ ഡിഗ്രി വരുമ്പോഴായിരിക്കും കുറച്ച് തെറ്റുന്നത്. അപ്പൊ അത് ശ്രദ്ധിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഇതിപ്പോ 43 അല്ല, ഇവിടെ ഇത് കണ്ടാൽ 43 ആണെന്ന് പറയാം. വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് അളവുകൾ കറക്റ്റ് ആയിട്ട് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് ആയിട്ട് ഒരു ഡയഗ്രാം കിട്ടും. പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ എങ്ങനെയാണ്? അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക? ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാവും. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, താങ്ക് യു.